അഡ്വക്കേറ്റ് ശ്യാമിലിയിലേക്ക് പോകുന്നു. അഡ്വക്കേറ്റ് ശ്യാമിലി, ആരോഗ്യനില ഇപ്പോൾ എങ്ങനെയാണ്? പരിക്ക് ഒക്കെ മുഖത്ത് നമസ്കാരം. അതേപോലെ തന്നെ കാണുന്നുണ്ടല്ലോ ശ്യാമിലി. അതെ, ആരോഗ്യനില മെച്ചപ്പെട്ട് വരുന്നു. മാർക്സൊക്കെ മാറി വരുന്നുണ്ട്. പക്ഷേ നീരിപ്പോഴും അതുപോലെ തന്നെ ഉണ്ട്. നല്ല പെയിനുണ്ട്. വായ്ക്കകത്ത് മുറിവുള്ളത് കാരണം ഫുഡ് കഴിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. റിക്കവർ ആകും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. ഉടനെ റിക്കവർ ആകും. ഈ ജോലി തുടങ്ങിയിട്ട് എത്ര വർഷമാവുന്നുണ്ട് അഡ്വക്കേറ്റ് ശ്യാമിലി? ഞാൻ 3 വർഷമായി എൻറോൾ ചെയ്തിട്ട് 3 വർഷം കഴിഞ്ഞു. താരതമ്യേന ജൂനിയറാണ് എന്ന് പറഞ്ഞാൽ കോടതിയിൽ ഉറപ്പായും നമ്മൾ സംരക്ഷിക്കും, അല്ലെങ്കിൽ സംരക്ഷിക്കേണ്ട ആൾക്കാരാണല്ലോ. സീനിയർ അഭിഭാഷകൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സുരക്ഷ ഉറപ്പാക്കേണ്ട ആളാണ്. ഇത്രമാത്രം ബ്രൂട്ടലായ മർദ്ദനത്തിന് ഒരു കാരണം എന്തായിരുന്നു ശ്യാമിലി? കാരണം ഞാൻ ഓൾറെഡി വ്യക്തമാക്കിയിട്ടുണ്ട്. എൻ്റെ പരാതിയിലും മീഡിയയിലും ഒക്കെ ഞാനത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അത് കോടതിയുടെ പരിധിയിലിരിക്കുന്ന കാര്യമായതുകൊണ്ട് എനിക്കതിപ്പോൾ ഇവിടെ പറയുന്നതിൽ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. ഞാൻ വീഡിയോയോട് ഓൾറെഡി അറിയിച്ചിട്ടുള്ള റീസൺ തന്നെയാണ്. എൻ്റെ പരാതിയിലും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഞാൻ അത് ചോദിക്കാനുള്ള കാരണം, ശരിയാണ്, താങ്കൾ അഭിഭാഷകയാണ്. അഭിഭാഷക ആകുമ്പോൾ പറയേണ്ട കാര്യങ്ങളേത് പറയേണ്ടാത്ത കാര്യങ്ങളെ നന്നായി അറിയാവുന്ന ആളുമാണ്. ഇപ്പം ഞാൻ പറയാനുള്ള കാരണം, ഇന്നിപ്പോൾ കോടതിയിൽ ഈ പറയുന്ന പ്രതിഭാഗം പറഞ്ഞത് പ്രകോപനം അവിടെ ഉണ്ടായി. പ്രകോപനത്തിൽ ഈ പറയുന്ന നിങ്ങളുടെ സീനിയർ അഭിഭാഷകൻ അഡ്വക്കേറ്റ് ബെയിലിൻ ദാസിന് പരിക്കേറ്റു, അയാളുടെ പിരികത്തിൽ മുറിവ് സംഭവിച്ചു എന്നൊക്കെയുള്ള ഡിഫൻസ് കോടതിയിൽ കേട്ടു. അതുകൊണ്ടാണ് ഞാൻ ആ ചോദ്യം ചോദിച്ചത് അഡ്വക്കേറ്റ് ശ്യാമിലി. ഡിഫൻസ് അതുകൊണ്ട് തന്നെയാണ് എനിക്കിപ്പോൾ അത് പറയാൻ പറ്റാത്തത്. ഡിഫൻസ് അറിയാമല്ലോ, ഒരു കാര്യമാകുമ്പോൾ എന്ത് കാര്യമായാലും അതിൽ 2 സൈഡുണ്ട്. അപ്പോൾ കോടതിയിൽ പ്രോസിക്യൂഷനും ഡിഫൻസും ഒക്കെ ഉണ്ടാകും. അപ്പോൾ അവരവരുടെ സ്റ്റോറി പറയട്ടെ, അവരത് പ്രൂവ് ചെയ്യട്ടെ. ഞാൻ മുറിവുണ്ടാക്കി എന്നൊക്കെ പറയുന്നു, വൂണ്ട് സർട്ടിഫിക്കറ്റ് ഹാജരാക്കി എന്നൊക്കെ പറയുന്നു. അത് സത്യമാണെന്ന് കോടതിക്ക് ബോധ്യമാവുകയാണെങ്കിൽ അതനുസരിച്ചുള്ള എന്ത് ഉത്തരവ് വേണമെങ്കിലും വന്നോട്ടെ. പക്ഷേ യുക്തിക്ക് നിരക്കുന്ന കാര്യങ്ങൾ ആ നീതിപീഠത്തോട് ബോധിപ്പിക്കണമെന്നുള്ളൊരു അപേക്ഷ മാത്രമേ എനിക്കുള്ളൂ. എന്നെ അറിയുന്നവർക്കറിയാം, ഞാൻ 5 അടി തികച്ച് പൊക്കമില്ല. അപ്പോൾ 5 അടി പോലും തികച്ച് പൊക്കമില്ല. പ്രസവം കഴിഞ്ഞിട്ട് കഷ്ടിച്ച് 6 മാസം ആയിട്ടേ ഉള്ളൂ. എൻ്റെ ആരോഗ്യനില അപ്പോൾ എത്രത്തോളം ആയിരിക്കുമെന്ന് നിങ്ങൾക്ക് നല്ലപോലെ അറിയാം, കേൾക്കുന്നവർക്ക് മനസ്സിലാകും. അപ്പം അങ്ങനെ ഒരാൾ 6 അടി പൊക്കവും അതിനനുസരിച്ചുള്ള ശരീരമുള്ളൊക്കെ ഒരാളെ, അതും പുരികത്ത് ഏറ്റവും മുകളിൽ മുറിവുണ്ടാക്കി എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് ഒന്നും പറയാനില്ല എന്ന് തന്നെ ഉള്ളൂ. എന്താണെന്ന് വെച്ചാൽ അത് കോടതിയിൽ അവർ തെളിവുകൾ ഹാജരാക്കട്ടെ. കോടതിക്ക് അത് ന്യായമാണെന്ന് തോന്നുകയാണെങ്കിൽ കോടതിയുടെ തീരുമാനം എന്ത് തന്നെയായാലും അത് നടപ്പിലാവട്ടെ എന്ന് തന്നെ മാത്രമേ എനിക്ക് പറയാനുള്ളൂ. തമ്മിൽ അഭിഭാഷകരുടെ സംഘടന സ്വീകരിച്ച നടപടികൾ ആത്മാർത്ഥമാണെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ആത്മാർത്ഥമല്ല എന്ന് ഞാൻ കരുതാനുള്ള കാരണം എൻ്റെ പെർസെപ്ഷനാണ് ശ്യാമിലി. എന്ന് പറഞ്ഞാൽ ഇവിടെ ആ സമയത്ത് ബെയിലിൻ ദാസിനെ വേണമെങ്കിൽ പോലീസിന് കസ്റ്റഡിയിൽ എടുക്കാമായിരുന്നു. ഈ പറഞ്ഞ സംഘടനകൾ തടഞ്ഞുകൊണ്ടാണ് പോലീസിന് അപ്പോൾ കസ്റ്റഡി എടുക്കാൻ കഴിയാതെ പോയതും ബെയിലിൻ ഒളിവിലേക്ക് പോയതും. ബെയിലിൻ ഇക്കാലം അത്രയും ഒളിവിൽ കഴിഞ്ഞ് ആരുടെയും സഹായമില്ലാതെ ഈ പറയുന്ന സ്ഥലത്ത് ഒളിവിൽ കഴിഞ്ഞു എന്ന് വിശ്വസിക്കാൻ കഴിയുമോ? ഇന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നത്, പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നത്, വൈദ്യപരിശോധന കൊണ്ടുപോകുന്നതൊക്കെ എന്തോ ഒരു വീരകൃത്യം നടത്തിയ ആൾ പോകുന്ന മട്ടിലാണ് ബെയിലിൻ്റെ പോക്കും വരവും ഒക്കെ. ഈ പറയുന്ന സംഘടന അല്ലെങ്കിൽ സഹപ്രവർത്തകർ ഒന്ന് കവളത്ത് തട്ടി പോട്ടെ, നമുക്ക് സമാധാനം ഉണ്ടാക്കാം, ജാമ്യം കിട്ടാം എന്നൊക്കെ സമാധാനിപ്പിക്കുന്ന കണ്ടു. ഏതെങ്കിലും തരത്തിൽ അഭിഭാഷകരുടെ സമരമുഖത്തു നിന്ന് പോലീസ് കസ്റ്റഡി എടുത്തുകൊണ്ട് പോയ ആളല്ല. തൻ്റെ ജൂനിയറിനെ അതിക്രൂരമായി അടിച്ച് പരിക്കേൽപ്പിച്ചൊരു പ്രതിയോട് എന്തിനാണെന്ന് എത്ര അനുതാപം ശ്യാമിലി? ഇതിനൊക്കെയുള്ള മറുപടി ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യം തന്നെ ബാർ അസോസിയേഷൻ്റെ ഭാഗത്തുനിന്ന് എനിക്ക് പൂർണ്ണ പിന്തുണ തന്നെയായിരുന്നു. അതുകൊണ്ടാണ് ഓറലി ഒരു കംപ്ലൈൻറ്റ് കിട്ടിയപ്പോൾ തന്നെ അവരതിന് ഉടൻ തന്നെ അവരതിന് ആക്ഷൻ എടുത്തു. ബാർ കൗൺസിലും അതെ, എൻ്റെ കംപ്ലൈൻറ്റ് ലഭിച്ച ഉടൻ തന്നെ അവരതിൻ്റെ ആക്ഷൻ സ്വീകരിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ബാർ അസോസിയേഷനും ബാർ കൗൺസിലും ഒക്കെ എൻ്റെ കൂടെ തന്നെയാണ്. പിന്നെ അദ്ദേഹം കോടതിയിലോട്ട് വന്ന രീതി, അതിലൊന്നും ഞാനതിലെന്ത് പറയാനാണ്, അതിലൊന്നും എനിക്കൊരു അഭിപ്രായവും ഇല്ല.